യെസ്, പ്രധാനമന്ത്രി നാളെയാണ് തലസ്ഥാനത്തെത്തുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്, വാനോളമാണ് ആ പ്രതീക്ഷകളൊക്കെ. വികസിത അനന്തപുരിക്ക് പ്രധാന സേവകൻ തുടക്കം കുറിക്കുന്നതിലുള്ള കാത്തിരിപ്പിലാണ് അനന്തപുരി നിവാസികൾ. നരേന്ദ്രമോദി എത്തുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം വലുതാണെന്നാണ് മേയർ വി രാജേഷ് പറയുന്നത്. വികസനാനന്തപുരി എന്ന വാഗ്ദാനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. വികസന പ്രവർത്തനങ്ങളുടെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന BJPക്ക് നരേന്ദ്രമോദിയുടെ വരവ് വലിയ ആത്മവിശ്വാസവും ആവേശവും പകരുകയാണെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ തിരുവനന്തപുരത്തെ NDAയുടെ BJPയുടെ ഭരണം നോക്കിക്കാണുന്നത്. ആ പ്രതീക്ഷ നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ആത്മാർത്ഥമായി രാവും പകലും ഞങ്ങൾ നരേന്ദ്രമോദിയുടെ മുന്നേ മാതൃക സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ വലിയ സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റെയും ദേശീയ BJP നേതൃത്വത്തിൻ്റെയും ഭാഗത്തുനിന്ന് വളരെ വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 2, 3, 4 ഒക്കെ പൊതുയോഗങ്ങളിൽ പശ്ചിമ ബംഗാളിലായിക്കോട്ടെ, ആസാമിലായിക്കോട്ടെ, ഡൽഹിയിലായിക്കോട്ടെ പ്രധാനമന്ത്രിയും JP നദ്ദാജിയും ഒക്കെ തന്നെ തിരുവനന്തപുരത്തെ വിജയത്തെയും പ്രതീക്ഷയും ഉയർത്തിക്കാട്ടുന്നു. അപ്പോൾ എന്തുമാത്രം അത്രത്തോളം വലിയൊരു സാധ്യതകൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കുകയാണ്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി ജനങ്ങളെ നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്തെ ജനങ്ങളെയും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെയൊക്കെ ഭരണവും വളർച്ചയും മാറ്റുവാനുള്ള വലിയൊരു പ്രതീക്ഷയിലും പരിശ്രമത്തിലാണ് ഞങ്ങളൊക്കെ. പ്രധാനമന്ത്രിയുടെ വരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അനന്തപുരി. തലസ്ഥാനത്ത് 2 പരിപാടികളിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുക. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം, മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത് സംരംഭം, വിഴിഞ്ഞം തുറമുഖം കണക്ട് ചെയ്തുള്ള വികസന കോറിഡോർ എന്നിവയടക്കം പ്ലാനിലുണ്ടെന്നാണ് സൂചന. പുത്തരിക്കണ്ടം മൈതാനത്താണ് പരിപാടികൾ നടക്കുക. ജനം, തിരുവനന്തപുരം.